ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടാണ്. ഷാമയ്ക്കത് ജസ്റ്റ് ഇറങ്ങി, ഒരു 6-5 ആയി. ഇപ്പോൾ ഞാൻ സാധാരണ ഈ സമയത്ത് ഞാൻ വ്ളോഗൊന്നും എടുക്കാറില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഷാമയൊക്കെ പോണ സമയത്ത് ഞാൻ എണിക്കാറുണ്ട്. ഇന്നിപ്പോൾ 5:45 ആകുമ്പോൾ എണിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് എണിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് അങ്ങോട്ട് വന്ന്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ വെള്ളപ്പത്തിന് ഇന്നലെ തന്നെ ഞാൻ കലക്കി വെക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കലക്കി വെക്കാമെന്ന്, ഒരു 1.5 മണിക്കൂർ വേണമല്ലോ പൊന്തിക്കുക. അന്നൊക്കെ ഒരു ദിവസം ഇതുപോലെ 8 മണിക്കൊക്കെ വെച്ചിട്ട് കലക്കി വെച്ചു. പിന്നെ എന്തായാലും വിചാരിച്ച് ഈ സമയത്ത് എണീറ്റതല്ലേ, അപ്പോൾ ഒന്ന് കലക്കി വെച്ചിട്ട് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് വെള്ളപ്പത്തിന് ഈസി ആയിട്ട് ഈ അരിയൊന്നും അരക്കാണ്ട് എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ കാണിച്ചത്. കമോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്തെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഗ്ലാസ് അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ, പിന്നെ അതുപോലെ ഈസ്റ്റ് അതൊരു സ്പൂണിൻ്റെ കുറച്ചിടുക, ഒരു പകുതി ഇടുക. പിന്നെ നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള ഉപ്പും പഞ്ചസാരയും, പിന്നെ ഒരു 1-1.25 ഗ്ലാസ് വെള്ളം കൂടണ്ട കേട്ടോ, ഇത്രയും മതി. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം അത്ര വെള്ളം പോലെ ആവാൻ പാടില്ല. അപ്പോൾ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. 1-1.5 മണിക്കൂർ നമ്മൾ ഒന്ന് മൂടി വെക്കുക. കുറച്ച് തുറന്ന് വെച്ചിട്ട് വേണം മൂടി വെക്കട്ടെ, ഫുള്ളായിട്ട് അടച്ചേക്കരുത്. ഡൈക്കിയെന്ന് വായിച്ച ക്ലോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 6:40-35 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടി ഉറങ്ങാൻ വിചാരിച്ച്. എന്നിട്ട് നമുക്ക് എണീറ്റിട്ട് ഉള്ള വിശേഷം കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഇപ്പം ടൈം അറൗണ്ട് 8:50. ഞാൻ കിടന്ന് ഒരു 7 മണിക്കായിട്ട് ഉറങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ ഉറങ്ങി ഉഷാറായിട്ട് എണീച്ചേ. നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ല പൊന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇപ്പം സെറ്റായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഇങ്ങനെ ചൂട് വെള്ളം നിർബന്ധമായിട്ട്, അല്ലെങ്കിലും രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമൽ വാട്ടറിനായിട്ട് ചൂടുവെള്ളമായിട്ട് കുടിക്കുക. എനിക്കെന്താണോ അത് കുടിക്കുമ്പോൾ വയറൊക്കെ ഒന്ന് സെറ്റായ പോലെ ഭയങ്കര റിഫ്രഷിങ് ഫീല് തോന്നൂട്ടാ. അതിൽ കുറച്ചിങ്ങനെ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കുടിക്കുക. തടി കുറക്കണവരെ കുടിക്കുക, ഞാൻ അതിന് നിൽക്കാറില്ല. നമ്മൾ അത്ര ഇത് വേണ്ടല്ലോ. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എപ്പോഴും വെള്ളം കുടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മളെന്തായാലും ഞാനിപ്പോൾ കുറച്ചേൻ്റെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വിശക്കണില്ല. അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഷാമയൊക്കെ ഉച്ചയ്ക്ക് എടുത്തുകൊണ്ടിരില്ല കേട്ടോ. കാരണം ആ സമയത്ത് അപ്പോൾ രാത്രിയാണ് തുണികൾ മേലെ നിന്ന് ഷാമയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ മടക്കി വെക്കാൻ നിൽക്കാറില്ല, പിറ്റേ ദിവസം മടക്കി വെക്കാറ്. അപ്പോൾ എന്തായാലും ഐബു എണിക്കാനും ടൈമുണ്ടല്ലോ, അപ്പോൾ ആ സമയം കൊണ്ട് അങ്ങനെ മടക്കിയൊക്കെ എടുത്തേക്കാൻ വിചാരിച്ച്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി കേട്ടോ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഇഷ്ടമില്ല എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ പണികൾ, നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ഇതൊക്കെ എന്താണ് ഡെയിലി റുട്ടീനിലുള്ള വരുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ഇത് ഐക്യെന്ന് മേടിച്ചൊരു പാത്രം വെക്കണ സ്റ്റാൻഡായിട്ടോ. നമ്മൾ ആ സ്റ്റാൻഡിൽ എല്ലാ പാത്രവും കൂടി വെക്കുമ്പോൾ ഇങ്ങനെ വീഴുക. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇങ്ങനത്തെ ഈ ഒടിയണ പാത്രങ്ങൾ വെക്കാൻ വേണ്ടി മാത്രം ഇത് വെക്കാൻ വിചാരിച്ച്. നല്ലൊക്കെ ഇഷ്ടമായിട്ട്. ഇതും നല്ല ഓഫറിലിട്ട്, ഇതും ക്ലോക്കൊക്കെ നല്ല ഓഫറിൽ കിട്ടിയ പീസസ് ആട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെള്ളം അതിൽ വെക്കുമ്പോൾ നല്ലൊരു ആസ്തെറ്റിക് ഫീലും വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യേ.
അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ നേരമായപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടാ. എന്താ വെള്ളപ്പ ചട്ടിയിലല്ലാണ്ട് നമ്മളിങ്ങനത്തെ ചട്ടിയിൽ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇന്ത്യയിൽ ഇന്ത്യയിൽ വെള്ളപ്പ ചട്ടി. പക്ഷെ നമ്മളിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തപ്പോൾ ഷാമക്കടെ റൂമിലത്തെ ഫ്രണ്ട്സിന് കൊടുത്തത്. അവരുണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഈ ചട്ടി ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ചെറുതെല്ലാം ഇങ്ങനെ കൊടുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഒരിക്കൽ ഉമ്മ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല നൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കണമെന്നില്ല, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ രണ്ട് സൈഡിലും തുണി പിടിച്ചിട്ടൊന്ന് ബുദ്ധിമുട്ടാന്നുള്ളൊന്നും ഇങ്ങനെ ചുറ്റെടുക്കാൻ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കി നോക്കിട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്കിഷ്ടമായിട്ടോ. എനിക്കിങ്ങനെ നടുവിലിങ്ങനെ ഒരു പൂ പോലുള്ള വെള്ളപ്പം ഉണ്ടാവില്ല, നടുവിലിങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തിയുള്ള വെള്ളപ്പം എനിക്കിഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ വെള്ളപ്പം ഇഷ്ടം. എനിക്ക് ഷൊർണൂർത്തും ഉണ്ടാക്കുന്ന വെള്ളപ്പം നല്ല ഇഷ്ടം. അതും നല്ല പോലെ നൈസായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ നമ്മളിതുപോലെ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ട് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം വെള്ളപ്പമൊന്നും അങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല. ദോശ, ചപ്പാത്തി, പൂരിയൊക്കെ ഇരുന്ന് നമ്മളെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്നുള്ള ഫുഡുകൾ. ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ വെള്ളപ്പം അതുപോലെ തന്നെ വേറെ അപ്പങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓരോ ഇങ്ങനെ വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓരോ റെസിപ്പീസ്. ആ പൊന്നാതെ വരുന്നു അമ്മ. ചെങ്കുപ്പൊന്ന two socks ഇല്ലേ എന്താ ഗുഡ് ബോയ് ആയിട്ട് ഗുഡ് ബോയ് ആണോ? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ട സമയം അവർ എണീറ്റ് കഴിഞ്ഞാലാട്ടോ. കാരണം ആ സമയത്ത് അവർക്ക് അവർ ആ ഒരു ഉണർവിലല്ലല്ലോ എണീക്കുക. ചില സമയത്ത് അവർക്ക് നടക്കാനല്ലെങ്കിൽ ഉഷാറായിട്ട് ഓടാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളെ മേത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിങ്ങനെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഇഷ്ടം. ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്തു. കാരണം ഐബുവിനെ അങ്ങനെ ഇല്ലാണ്ട് വേറെ സമയത്ത് ഇങ്ങനെ നമ്മൾ ഒട്ടിയിട്ട് കാണാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ബെഡൊന്ന് സെറ്റാക്കി ഇടട്ടെ. അപ്പോൾ ഈ കംഫർട്ടിനെ പറ്റി ചോദിച്ചിരുന്നു 2-3 ആൾക്കാർ ഇട്ടാ. അപ്പോൾ ഇത് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്തല്ല, ഇത് നാട്ടിൽ നിന്ന് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നല്ല കംഫർട്ടാണ്. പക്ഷെ എന്താ ഞാൻ കഴുകണ സമയത്ത് നോക്കണത് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് എങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ലല്ലോ, എങ്ങനെ കഴുകുക എന്നുള്ളത് നോക്കണത്. എന്താ വേണ്ടേ? ഈ ഗ്ലാസ്സിൽ എന്താ വേണ്ട? വെള്ളം കുടിക്കാനാ? അവിടെ തിരിയങ്ങട് വെള്ളം കിട്ടിയാ? കുടിക്ക്. ഒഴിച്ച് അടി കിട്ടു കുടിക്ക്. പപ്പത വേണ്ടിട്ട് വാടി എടുത്തിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ. എന്നിട്ട് എവിടെ കുടിക്കണില്ലല്ലോ, ഒരു ഇത്തിരി കുടിച്ചിട്ടാണ് സൂപ്പർ. പാട്ട് സ്വീറ്റ് മാത്രം മതി പറയും. സ്വീറ്റ് കോൺ മാത്ര? ചിക്കൻ എന്തേ? സ്വീറ്റ് കോണാണ്, തുപ്പല്ലേ? ആ സ്വീറ്റ് കോൺ മാത്രമുള്ളൂ. തിന്നോ? തിന്നിയേ. ചിക്കൻ ഇഷ്ടല്ല ഇബുന്? എന്താ പൊന്നാ? അപ്പോൾ ഐബുവിന് സൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിപ്പോൾ ഐബുവിൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റ് ആട്ടോ. അത് നല്ല ക്യൂട്ടായിട്ടില്ലേ ചോപ്പ്. ഇപ്പോൾ സാധാരണ ഞാൻ വാഷിങ്ങും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് ചെയ്യാറ്. പിന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഐബുവിൻ്റെ എപ്പോഴും ഞാൻ തന്നെയാണ് വാഷ് ചെയ്തിടാറ്. ഞങ്ങളതൊക്കെ ഷാമിയക്കാണ് ഇടാറ് കേട്ടോ. ഈ വാഷിങ് ഇടലും മേലെ കൊണ്ടുപോയി ഇടലൊക്കെ ഷാമിയക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഐബുവിൻ്റെ എപ്പോഴും ഞാനിടുക. ഐബുവിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുക ചെയ്യുക. നമ്മൾ സെപ്പറേറ്റ് കൂട്ടി കുഴച്ചിടില്ല. കാരണം ഇവൻ്റെ യൂറിനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളേക്ക് വരുമ്പോൾ അത് ഇടങ്ങാറില്ല. ചില സമയത്ത് ഞാൻ കഴുകിയിട്ടാട്ടോ അങ്ങനെ ഇടില്ല. ആ ആയ സാധനം ജസ്റ്റ് ആ ഭാഗത്ത് കഴുകിയിട്ട് അങ്ങനെ ഇടുക ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളും കുട്ടികളത്തും നമ്മളതൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇടാണ്ടിരിക്കുക ശ്രദ്ധിക്കുക കേട്ടോ.
അവൻ്റെ ഞാൻ ഇപ്പോൾ ബേബി എന്നുള്ളതിലൊരു 63 മിനിറ്റിലായിട്ട് ഇട്ടേക്കണ്. കുറച്ച് അത്യാവശ്യം കഴുകി വന്നോട്ട് ബേബി ക്ലോത്ത്സ് അല്ലേ. ഇപ്പൊ എന്ത് തിന്നണേ? പിത്തേ? എന്താ പിത്ത? പിസ്ത എന്താ? പിത്ത വേണോ ചോദിച്ചോക്ക്. ആർക്കേലും വേണോ ചോദിച്ചോക്ക്. അവന് പിത്ത ഇഷ്ടാ? എത്ര ഇഷ്ടാ? വൈ ഇക്ക് തരൂലേ? എന്താ ഇപ്പോ ഇക്ക് തരുമോ? ഐബുനെ ബിഗ് ബോസിൽ ആരാ ഇഷ്ടം? ആരെ? അനുമോള്. അയ്യടെ കള്ള. എന്താ അനുമോളെ ഇഷ്ടം? കള്ളടാ. അനുമോളെ എത്ര ഇഷ്ടം? അപ്പൊ ഞാൻ ഇന്നലത്തെ ബിഗ് ബോസ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇരുന്ന് കാണണം. അപ്പൊ ഇവനിക്ക് ഞങ്ങളെ കൂടെ കാണാറൊന്നുമില്ല കേട്ടോ. ഇവൻ അവിടെ കളിക്കുകയും ചെയ്യാറ് നമ്മൾ കാണുമ്പോൾ. ഇപ്പൊ ഇങ്ങനെ സൗണ്ട് കേട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറയണ കേട്ടിട്ടേ അനുമോളെ മാത്രം അറിയാം. എന്നിട്ട് ഇങ്ങനെ കള്ളം പറയെടുക്കുക, അനുമോളെ കണ്ട് എന്ന്. എനിക്ക് കാര്യമായിട്ടും ഇങ്ങനെ ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ പറയണ കേട്ടിട്ട് കുട്ടികളെ ഞാൻ ക്യാച്ചില്ലേ. ചെമ്മീൻ വേണ്ടേ കുഞ്ഞെ? അങ്ങോട്ട് വാ. എന്താ വേണ്ടേ? ചെമ്മീനല്ലേ? ചെമ്മീൻ വേണോ? പൊരിച്ചിട്ട് പിണങ്ങിയാ പൊരിക്കട്ടാ. അപ്പം ഇത്ര നേരം ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് ഇരുന്ന് ടി വി ഒക്കെ കണ്ട കാര്യം എന്താണെന്നറിയോ? ഇന്നലത്തെ കണ്ട ബീട്രൂട്ട് ഉപ്പേരി ബാക്കിയുണ്ട്, വെണ്ടക്ക കറി ബാക്കിയുണ്ട്. ആകെ നമുക്കിന്ന് ചെമ്മീൻ നന്നാക്കിയിട്ട് പൊരിക്കാനുള്ള പണി മാത്രമേ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നാക്കിയിട്ട് മസാല പുരട്ടി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൊരിക്കാനുള്ള പണി മാത്രം. അതാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നിരുന്നിട്ടാ. പിന്നെ ഇവനിക്ക് എന്താ വെച്ചാൽ ഈ മീൻ ചിക്കനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ പൊരിച്ചിട്ട് തിന്നാൻ ഇഷ്ടം. കറി വെച്ച ഇഷ്ടമല്ല, ഇങ്ങനെ തിന്നാൻ ഇഷ്ടം. ഒറ്റയ്ക്ക് കൊടുത്താൽ തിന്നൂട്ടാ. അല്ലാണ്ട് ചോറ് തീരെ തിന്ന് സെറ്റാവില്ല. ചോറ് കൂട്ടി തിന്നില്ല. ഞാൻ വിചാരിച്ചു മീൻ തിന്നണത് നല്ലതല്ല. പക്ഷെ ചിലവർ പറയും ചെമ്മീൻ കുട്ടികൾക്ക് നല്ലതല്ല എന്നൊക്കെ പറയണേ. പക്ഷെ ഇവനക്ക് ഇതുവരെ വയറിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളൊന്നും തിന്നില്ല കേട്ടോ. ഇത്തിരി തിന്നിട്ട് ഇവിടെ ബാക്കി ഞാൻ തിന്നും. നല്ല വെണ്ടക്ക കറി, ബീട്രൂട്ട് ഉപ്പേരി, ചെമ്മീൻ പൊരിച്ചത് സെറ്റ്. അപ്പം ഞാൻ കുറച്ച് നേരം ടി വി കാണുകയാണ്. ടി വി കണ്ടിട്ട് ഭക്ഷണമൊക്കെ അയച്ച് പ്രത്യേകിച്ച് പരിപാടി. ഞാൻ ഇപ്പൊരു ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ഉറങ്ങിയാൽ മതി. അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊരു ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള, പിന്നെ അവനെ ഉറക്കുക. അപ്പം സമയമായിട്ടില്ല, അവൻ നേരം വൈകിട്ടില്ല എനിച്ചത്. അപ്പം ഞാൻ സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ കുറച്ച് ടി വി കാണാൻ വിചാരിച്ചിട്ട് ഞാൻ അവനക്ക് ടാബ് വെച്ച് കൊടുത്തു. ഇല്ലെങ്കിൽ സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ പറ്റിയില്ല. അങ്ങനെ ചാടി ഇങ്ങോട്ട് ചാടിയിട്ട്. അപ്പം ഇങ്ങനത്തെ അവസരത്തിലൊക്കെ ഞാൻ അവർക്ക് ടാബ് വെച്ച് കൊടുക്കും. ഇപ്പോൾ കുറച്ച് ബാക്കിലേക്ക് വെച്ചിട്ട് കാണുള്ളൂ കേട്ടോ അവന്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, 10-15 മിനിറ്റ് ഇരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഓക്കെ മമ്മ ഭക്ഷണം കഴിക്കട്ടെ. ഇപ്പോൾ ഹൃദയപൂർവ്വം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ തന്നെ കേട്ടോ. പക്ഷെ ഇതിങ്ങനെ ഹോട്ട്സ്റ്റാറിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടു വെച്ചാൽ അതന്നെ ഒന്നും കൂടി കാണാൻ വെച്ചിരിക്കുക കേട്ടോ. ഷിക്ക് ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല സമാധാനത്തോട് കൂടിയിട്ട് എനിക്കിഷ്ടമുള്ള പ്രോഗ്രാമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തിന്നണം. അല്ലാണ്ട് ധൃതി പിടിച്ചിട്ട് അങ്ങനെ തിന്നണത് തീരെ പറ്റാത്ത കാര്യം കേട്ടോ. കാരണം ഞാൻ കുറച്ച് സ്ലോ ഈറ്ററാണ്, മെല്ലെ ഭക്ഷണം കഴിക്കണ ആളാണ്. അപ്പോൾ ഇക്കിൻ്റെ ടൈം എടുത്ത് നല്ലപോലെ ആസ്വദിച്ച് അതുപോലെ തന്നെ ടി വി ഒക്കെ കണ്ടെങ്കിൽ തിന്നണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പണികളും തീർത്തിട്ടാണ് ഫുഡ് കഴിക്കാതിരിക്കുള്ളൂ. അല്ലാണ്ട് ധൃതി പിടിച്ചിങ്ങനെ എന്തെങ്കിലും ഇത് ഓടി തിന്നാനൊക്കെ തീരെ പറ്റില്ല. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പോലെ അല്ലേ. വീട്ടിൽ വെക്കാനുള്ള കുട്ടിനെ കാണാനോ ഇവിടെ ചിരി മാത്രം കേൾക്കാണല്ലോ ഇവിടെ. കണ്ടുപിടിച്ചടാ എവിടെ കണ്ടേ കണ്ടടാ അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിയായിട്ട് ഇങ്ങനെ ഒളിച്ച് കളിച്ചിട്ട് ഇങ്ങനെ സോഫയിൽ നിന്ന് ചാടി കളിക്കുന്നത്. അപ്പോൾ അവൻ എന്തായാലും ഉറങ്ങാൻ കുറച്ച് നേരം വൈകുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കട്ടെ ഞാൻ. വലിയ നോക്കട്ടോ. ഓ മൈ ഗോഡ്.
ഇതിലാണ് ബുള്ളറ്റ് ഉള്ളത്, അതിൽ ബുള്ളറ്റ് ഇല്ല. ഇതില് ബുള്ളറ്റ് ഉണ്ട്, അതിൽ ബുള്ളറ്റ് ഇല്ല. അയ്യേ അയ്യേ തെറ്റിയ കണങ്ങിയ എന്താ ഇവിടെ എന്താ. അപ്പൊ ഞാൻ വലൈക്കും സലാം. അപ്പൊ എന്താ ചെയ്യാൻ പോണേ? ഉറങ്ങ ടാറ്റാവന്. അവ അങ്ങനെ കിടന്നുറങ്ങിയിട്ട് നല്ല സിൻ്റെ എപ്പോഴും എൻ്റെ മേത്ത് കിടന്നിട്ട് അങ്ങനെ ഉറക്കുക ചെയ്യാട്ടോ. അവൻ പറയും അമ്മയുടെ മേത്ത് കിടക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങുക ചെയ്യുക. നല്ല ഇഷ്ടം ഇങ്ങനെ മേത്ത് കിടത്തി ഉറക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കിടത്താൻ. ഹൈബൂനൊക്കെ കൊണ്ടുപോയി കിടത്തി. ഈ ഒരു ഹോള് കണ്ടില്ല നിങ്ങൾ? ഇതൊന്ന് നേരാക്കി എടുക്കട്ടെ. അയ്യോ എന്നും ഐബ് ഉറങ്ങിക്കഴിഞ്ഞ് ഫസ്റ്റത്തെ പണി ഇതാവട്ടെ ഭയങ്കര മെസ്സിയാക്കി വെക്കും അവന് ഹോള്. കാരണം ഹോളിലായിരുന്നിട്ടാണല്ലോ കളിക്കുക. അപ്പോൾ പിന്നെ റൂമിലേക്ക് അങ്ങോട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് അങ്ങനെ ക്ലീൻ ആക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ വിചാരിക്കുക കുഴപ്പമില്ല, കാരണം കുട്ടികൾ പറയുമ്പോൾ നമുക്കിങ്ങനെ ഒതുക്കി വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അവർ വലിച്ചിടും ഇതാക്കും, നമ്മളതൊന്ന് ക്ലീൻ ആക്കി ഇടുക. അവർ കളിക്കണത്തോളം കളിക്കട്ടെ വിചാരിക്കും. അധികം നല്ല അക്രമം വെള്ളം കൊണ്ട് ഇതാക്കുക അങ്ങനെയൊക്കെ കുറേ അക്രമമായ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതുപോലെ ടോയ്സ് വലിച്ചിടുക, അതൊക്കെ ടോയ്സൊക്കെ എന്നെ കളിച്ച് ഇതാക്കിയാൽ തന്നെയല്ലേ അവരിതാക്കുക. ശിവന് സ്വഭാവം എറിഞ്ഞ് പൊട്ടിക്കുക, അതിന് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് അവനക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ തന്നെ ആൾ കുറേ നേരം ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും. ഇല്ലെങ്കിൽ ശ്യാമയൊക്കെ ആയാലും മഴ കൂടി കളിക്കണം അവനക്ക്. അല്ലാണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ടി വി കാണുക ടാബ് കാണുക അങ്ങനത്തെ കൂട്ടത്തിലല്ലേ, കളിക്കാൻ മതി. ഇങ്ങനെ പൊരിഞ്ഞ് അങ്ങോട്ട് ചാടുക. ആ സോഫയിൽ കണ്ടില്ലേ നേരത്തെ, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. സോഫയിൽ നിന്ന് ഇങ്ങോട്ട് ചാടുക, ഒളിച്ച് കളിക്കുക. പക്ഷെ ചില സമയത്തൊക്കെ പേടിയായിട്ട്, കാരണം വീണ് കഴിഞ്ഞാൽ പണി പാളും അങ്ങോട്ട് മോന്തൊക്കെ കുത്തിയാലേ. ഇപ്പം അപ്പപ്പം പാത്രം മറ്റേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ പാത്രം കഴുകണോട് കണ്ട ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആവും. ആ പണി ഉണ്ടാവില്ല ഐബ് ഉറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഐബൂനൊക്കെ ഉറക്കി ഞാൻ കുറച്ച് നേരം എൻ്റെ ഫേവറേറ്റ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കപ്പ് കേക്ക്സ് ഭക്ഷണം കഴിച്ച ശേഷം ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഇഷ്ടത് വാനിലയുടെ സ്പഞ്ചാണ്. അതൊക്കെ കണ്ട് കുറച്ച് നേരം ടാബിലൊക്കെ നോക്കിയിരിക്കട്ടെ. പിന്നെ കാണുന്നതാണ് തനിമലയാളുടെ വീഡിയോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇൻസ്പയർഡ് ആവും, ഭയങ്കര മോട്ടിവേഷനുള്ള വീഡിയോ കാണുമ്പോൾ. ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ കുറച്ച് നേരം. ഞാൻ കുളിച്ച് ഇവരൊക്കെ ഉറങ്ങി എണിച്ചപ്പോൾ പഴംപൊഴി തിന്നാൻ നല്ല പൂതി. പക്ഷെ നോക്കുമ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ റോബസ്റ്റ് മേടിച്ചു കൊടുന്നു. അപ്പം പിന്നെ ആ പ്ലാൻ നടന്നില്ല. അപ്പോൾ പിന്നെ ഇന്നലെ എന്തൊരു ഫ്രോസൻ്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചു. എന്തോ ഒരു സാധനം ഒരാൾ സൈക്കിൾ എത്തിയില്ലാട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബൈക്ക് ഇഷ്ടമായി മോനെ? നല്ല ഇഷ്ടത്. 24 മണിക്കൂറും ബൈക്കുമ്പോൾ ചെക്കനാണ്. എണീറ്റതും ബൈക്കുമ്പോൾ കളി തുടങ്ങി. ഇതാണ് നേരം എൻ്റെ പണി, ബൈക്ക് ഓടിച്ച് കളിക്കുക. അല്ല ഇപ്പോ ഫുൾ ടൈം സൈക്കിൾ യജ്ഞം പണ്ടത്തെ പടത്തിൽ പറഞ്ഞ പോലെ ബൈക്ക് യജ്ഞാണ്. ചട്ടക്കെടുക്കാൻ സമ്മതിക്കില്ല. കേക്കാല എന്ത് മുണ്ടൂല്ലേ എന്ത്. അപ്പോൾ ഇതാട്ടോ ഫ്രോസൻ്റെ ചിക്കൻ. ഇതൊരു മാംഗോയുടെ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്, എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ വേറെ നമ്മളൊരുക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ, പക്ഷെ അതിൻ്റെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായില്ല. ശ്യാമയ്ക്ക് എന്താ വെച്ചാൽ വേറെ ഫ്ലേവറുകൾ മാറ്റി മേടിക്കേണ്ടി വെച്ചിട്ട് മേടിച്ച് നോക്കിയതാ. അപ്പം അങ്ങനെ കുറച്ച് നേരം ചായ കുടിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാ. ഇനി രാത്രി ഞങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വെച്ചിട്ടാ. അപ്പോൾ അതിനായിട്ട് മുമ്പ് തൂന മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് റോസ്റ്റ് ആക്കി വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഫ്രോസൺ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ വന്നിട്ട് പിന്നെ ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഡപ്പ തൂനായിട്ടൊന്ന് വെക്കണുള്ളൂ. അതാ ഉള്ളി സംഭവങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ബിഗ് ബോസ് മോഹൻലാൽ വനീസും പിന്നെ അന്ന് തന്നെ കാണൂട്ടോ ലൈവായിട്ട്. അപ്പോൾ ഇതാ കണ്ടോണ്ടിരിക്കട്ടെ. ഞാനവിടെ ചട്ടി വെച്ചിട്ട് തൂന റോസ്റ്റ് ഉണ്ടാക്കാൻ
രണ്ടും കൂടി ഒരുമിച്ചാവോലെ വിചാരിച്ച്. ബാക്കിൽ അവിടെ ബിഗ് ബോസ്. ഇവിടെ അതാ ഞാൻ ഉള്ളി വയറ്റാട്ടിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. വയറ്റട നേരെ കുറച്ച് എന്തായാലും എടുക്കുമല്ലോ. തൂന ഞാൻ നല്ല പോലെ ഇങ്ങനെ ഉള്ളിയൊന്നും ആക്കിയില്ല, കുറച്ച് ഡ്രൈ ടൈപ്പ് പോലെ ആക്കി. ഇപ്പം തൂന റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് ഞാൻ കൺസീലർ ജസ്റ്റ് ഇവിടെ മാത്രം നിങ്ങൾക്ക് കാർഡ് ചെറിയ ഡോട്ട് ഞാൻ ചെയ്തോട്ടെ. ഒന്ന് ജസ്റ്റ് ഇതാക്കട്ടെ. കുറെ ആൾക്കാർ ചോദിച്ചിരുന്നത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നൊക്കെ. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഞാൻ CC ക്രീം ബേബി ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല. ആ ഈ ചെറിയ ഡ്രോപ്സ് കൺസീലർ മാത്രം ജസ്റ്റ്. ഇത് എൻ്റെ ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കിറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷെയ്ഡ് 12 നട്ട്മഗ് ന്യൂഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ്. നല്ല ലിപ്സ്റ്റിക്കാണ്, പക്ഷെ കുറച്ച് പ്രൈസ് ഉണ്ട്. ഞാനിങ്ങനെ ഓഫർ വന്നപ്പോൾ നോക്കിയിട്ട് അങ്ങനെ നൈക്കയിൽ മേടിച്ചത് കേട്ടോ. ചെറുതായിട്ട് ചെയ്തത്, കാരണം നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിനല്ല പോകണം, വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നിനല്ല പോകണം. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് പേരിന് കണ്ടെഴുതിയതാട്ടോ, അത്രയൊന്നുമില്ല. അങ്ങനെ പോണോട് ഇങ്ങനെ കാഷ്വലായിട്ടൊക്കെ പെട്ടെന്ന് പോകുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ ആരെ കുട്ടിയെ പറഞ്ഞേ? ആരെ കുട്ടിയെ പറഞ്ഞ പാട്ട്? ആരെ കുട്ടിയാ? ആരെ കുട്ടിയാ? ഇപ്പൊ ആരെ കുട്ടിയാ? മമ്മക്കുട്ടിയാ? ആരെ കുട്ടിയാ പറ? ഇന്റെ പപ്പേ? ഇന്റെ പപ്പേട്ട് ഇന്റെ ശാമ്യ? ഇന്റെ ശാമ്യായി പോ. പിന്നെ പുറത്ത് RNBയിൽ വന്നപ്പോഴാട്ട് എൻ്റെ നല്ല പോലെ മേക്കപ്പ് ഒരുങ്ങിയതൊക്കെ കാണുന്നത് രസമല്ലേ. സിമ്പിളാണ്, ജസ്റ്റ് ലിപ്സ്റ്റിക്കും കണ്ണ് മാത്രമാണ് ഹൈലൈറ്റ് ഉള്ളത്, ബാക്കിയൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എന്ത് ടോയില് ഡ്രസ് പിടിക്കാനോ നിക്കണേ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? കണ്ണാടേ നോക്കട്ടെ, സൂപ്പർ ഇഷ്ടായാ? എങ്ങനെ ഇരിക്കുന്നിട്ട് ഒരു ടോയ് നോക്കൂല, പിന്നെ എന്തിനാ ടോയ് നോക്കണേ? ഹായ്, അതെന്ത് സാധനം? വേണ്ട, ഇവന് ഇഷ്ടല്ലല്ലോ. അതെന്താ? ബൂബുവാ? എന്താ പറഞ്ഞേ? വലിയ അയ്യ, അത് വലിയ ചെറിയ കുട്ടികൾ ഇടുന്നതോ? ഇതൊക്കെ ഇഷ്ടമായി, ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട് എടുക്കുന്നതാവല്ലോ. 18 to 24 അല്ലേ? അവനിപ്പോ 2.5 വയസ്സായി. അത് നോക്കണ്ട. ഫ്രീ കോയിണ്ടല്ലോ, ഒക്കെ പറിച്ചെടുത്ത് മുഖത്ത് വെച്ച് നടക്കുക അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാ? പാടേ. ആ, ഏത് മൂട് പാടേ? ആ, ഇത് സ്റ്റേജാ വിചാരിച്ചിട്ടാണ് അവന് പെട്ടെന്ന് കല്യാണത്തിന് സ്റ്റേജിൽ കളിച്ചത് ഓർമ്മ. ഏത് മൂടി പോട്ടെ, ഒന്നുകൂടി ഡാൻസ് കളിക്കാൻ നോക്കട്ടെ. ചോപ്പ് ഡ്രസ്, സൂപ്പർ. എങ്ങനെയുണ്ട്? നോട്ടെ നോട്ടെ നോട്ടെ, നീളെ കുറച്ച് കൂടുതലല്ലേ? എങ്ങനെയുണ്ട്? ആ, ഇടാൻ രസമുണ്ട്. യോക്ക് ഓമ്പോ. ഓ ഓ, ഇപ്പം ഞങ്ങളങ്ങനെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയതാട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം, ഞങ്ങൾ ഇക്കും ഷാമയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ ഐബൂന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഓൾഡ് എയർപോർട്ടിൽ RNBയിൽ കിഡ്സിൻ്റെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നാട്ടോ. അങ്ങനെ ജീൻസും ടീഷർട്ടൊക്കെ എടുത്ത് പിന്നെ വേറെ ഒന്നും അവനക്ക് അങ്ങനെ സ്യൂട്ടായത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്നിതാ വീട്ടിൽ പോയിട്ട് ഇനി ചപ്പാത്തി, ഫ്രോസൺ ചപ്പാത്തി ഉണ്ടാക്കി ചുടും, തൂന റോസ്റ്റ് കഴിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വേറെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ
Yeah! 1, 2, 3. 1 2 3 10 വരെ 1 2 3 4 Alexa, how are you? Alexa, we are going to sleep. Good night. Or just the usual. You know, back and forth.